ഇന്ന് ഈ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഫ്ലവറിൻ്റെ സെൻറ്ററിന് വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ യാൺ എടുത്തു. 2.5 mm ഹുക്ക്, സിസർ. ആദ്യം ഒരു മാജിക് റിബൺ ഉണ്ടാക്കുക. ഇനി മാജിക് റിങ് ലോക്ക് ചെയ്യുന്ന പോലെ ഒരു ചെയിൻ കൊടുക്കുക. ഇനി മാജിക് റിങ്ങിൻ്റെ അകത്ത് 6 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. റിങ്ങിനകത്തേക്ക് ഹുക്ക് കയറ്റുക, നൂല് വലിക്കുക. 2 ലൂപ്പ് ഫോം ചെയ്തു. ആ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി ഈ നൂല് വലിക്കുക. അങ്ങനെ 6. അപ്പോൾ ഒന്നായി. 2 3 4 5 6. അതിനിപ്പോൾ ഈ മാജിക് റിങ്ങിനകത്ത് 6 സിംഗിൾ ക്രോഷ്യായി. ഇനി മാജിക് റിങ് ക്ലോസ് ചെയ്യണം. ഈ ടെയിലിൻ്റെ പിടിച്ചിട്ട് മെല്ലെ വലിക്കുക. വലിച്ചതിന് ശേഷം ഇവിടത്തെ നമ്മൾ ഒരു മാജിക് റിങ്ങിൽ ചെയ്ത ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ഇതാ മനസ്സിലാവാനായിട്ട് ഇന്ന് സ്പേസ് വരുത്തി കാണിച്ചു തരാം. ഇവിടെ വരും. ഇതൊന്ന് പുള്ളി ചെയ്തതിന് ശേഷം ഈ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ഉണ്ടല്ലോ ഈ മാജിക് റിങ്ങിൽ, അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഈ നൂല് ഇതിലൂടെ വലിക്കുക. നിങ്ങൾക്ക് ഈ സമയത്ത് അടുത്ത കളർ യാണിൻ്റെ എൻഡ് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യത്തെ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. സംശയമുള്ളവർ ആ വീഡിയോ ചെക്ക് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ പിന്നെ ഇൻസേർട്ട് ചെയ്യുന്നതായിട്ടായിരിക്കും ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ ഇങ്ങനെയാണ്. ഇങ്ങനെ 2 ലൂപ്പിലേക്ക് യാണൊന്ന് ഓടി ചുറ്റിച്ച് ഈ 2 ലൂപ്പിൽ കൂടി കയറ്റി കുറച്ച് ടെയിൽ എൻഡ് വന്നു കഴിയുമ്പോൾ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് യെല്ലോ ഇനി മാറ്റി വെക്കാം. ഈ 2 എൻഡ് തമ്മിൽ ഒന്ന് കെട്ടിക്കൊടുക്കും, ഒന്ന് ടൈ ചെയ്യും. ടൈ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തത് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തത് ഇവിടെ അടുത്ത ത്രെഡ് ഇവിടെ ഇൻസേർട്ട് ചെയ്ത് ഇത് സ്റ്റിച്ച് ലൂസായി പോകും. അതിന് പകരം നമ്മൾ കുറച്ച് മാറിയിട്ട് വേറൊരു ചെയിനിൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നെക്സ്റ്റ് നമ്മൾ സെൻറ്റർ യെല്ലോ വെച്ച് ചെയ്തു. പെറ്റിൽ ഈ ഒരു പീച്ച് കളർ പോലത്തെ കളർ വെച്ചാണ് ചെയ്യുന്നത്. അതിൽ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഹുക്ക് ഒരു ചെയിനിലേക്ക് നമ്മൾ ഹുക്ക് കയറ്റി യാൺ
ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് കയ്യിലൊന്ന് പ്രസ് ചെയ്യുക. ഞാൻ ഇതിലേക്ക് കയറ്റുക. ടെയിൽ കുറച്ച് വിട്ട് കൊടുത്തേക്കാം. എന്നിട്ട് ഒരു ചെയിൻ ചെയ്യുക. ഓക്കെ, ഇതിവിടെ നിന്ന് സെക്യൂർ ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചെയിൻ ചെയ്ത്. നമ്മളിനി ഇവിടെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. അതിന് യാണൊന്ന് ചുറ്റുക, ഈ ഹുക്കിലേക്ക് തന്നെ കയറ്റുക, വീണ്ടും യാൺ ചുറ്റുക, ആ ഹുക്കിൽ കൂടി തന്നെ പുറത്തേക്ക് എടുക്കുക. അപ്പം 3 ലൂപ്പായി. ഇനി യാണൊന്നുകൂടി ചുറ്റി ഈ 3 ലൂപ്പിലും കൂടി നൂല് പുറത്തേക്ക് എടുക്കുക. ഇതിപ്പോൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യായി. ഇനി ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യം കൂടി യാണൊന്നുകൂടി ചുറ്റുക, സെയിം സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണൊന്നുകൂടി ചുറ്റുക, ആ സെയിം സ്പേസിൽ കൂടി പുറത്തേക്ക് എടുക്കുക. 3 ലൂപ്പായി. യാണൊന്നും കൂടി ചുറ്റി ഈ 3 ലൂപ്പിലേക്കും കയറ്റുക. അതിനുശേഷം ഈ പെറ്റലിൻ്റെ എൻഡ് ചെയ്യാൻ യാണൊന്നുകൂടി ചുറ്റുക, ആ ലൂപ്പിൽ കൂടി എടുക്കുക. അപ്പോൾ അവിടെ ഒരു ചെയിനായി. പിന്നെ നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ. ഇനി ഈ പെറ്റലിൻ്റെ അറ്റം ഇവിടേക്ക് വരണം. അപ്പോൾ നമ്മൾ ഈ നെക്സ്റ്റ് ചെയിൻ സ്പേസിലേക്ക്, ആ സ്പേസിലേക്ക് ഒക്കെ ഇൻസേർട്ട് ചെയ്ത് യാൺ ചുറ്റി ആ സ്പേസിൽ കൂടി വലിച്ച് ഇങ്ങനെ ചരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ വലിച്ച ഹുക്ക് ഈ പെറ്റലിൻ്റെ നമ്മുടെ ആ ചെയിനിൽ കൂടി വലിക്കുക. നെക്സ്റ്റ് ഒരു ചെയിൻ കൊടുക്കുക, 2 ഹാഫ് ഡബിൾ ക്രോഷ്യ, ഒന്നാമത്തെയായി. രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ സെയിം സ്പേസിൽ ഒരു ചെയിന്, നെക്സ്റ്റ് അതവിടെയുള്ള സ്പേസിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, വീണ്ടും ഒരു ചെയിൻ, 2 ഹാഫ് ഡബിൾ ക്രോഷ്യ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ, അങ്ങനെ ഒരു സ്പേസിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി ചെയിൻ 1, സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 1, 2 ഹാഫ് ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 1, ഹാഫ് ഡബിൾ ക്രോഷ്യ, 2 ഹാഫ് ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, സ്ലിപ്പ് സ്റ്റിച്ച്, ഇനി ടെയിൽ വലിക്കുക, സിസർ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ 2 എൻഡും തമ്മിൽ വലിച്ചതിന് ശേഷം ടൈ ചെയ്ത് കൊടുക്കുക. ബാക്കിലേക്കായിട്ട്, ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിലേക്കായിട്ടുള്ള രീതിയിൽ ടൈ ചെയ്ത് കൊടുക്കുക.
എക്സ്ട്രാ ടെയിൽ കട്ട് ചെയ്യുക. അങ്ങനെ ഫ്ലവർ റെഡി.